അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ സമകാലികമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നായർ സഹോദരന്മാർക്കും ഈഴവ സഹോദരന്മാർക്കും കൂടി ലയിച്ച് ഒന്നാകണം, ഐക്യപ്പെടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സാക്ഷാത്കരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ നിലയിലുള്ള കാൽവെപ്പുകൾ പല സമയത്തും നടന്നുവെങ്കിലും നിർഭാഗ്യവശാൽ അത് വിഫലമായി. ഇപ്പോൾ ഒടുവിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും അവർ രണ്ടുപേരും വളരെ പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് ചില പ്രാരംഭ ചർച്ചകളിലേക്ക് കടക്കാൻ തുനിയവേ തന്നെ ആ ഐക്യശ്രമം നിർവീര്യമായി പോയി, അത് പാളിപ്പോയി, അത് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇവിടെ പല ആളുകളും പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ വരുത്തി തീർക്കാൻ ഉദ്ദേശിക്കുന്നത് നായർ ഈഴവ ഐക്യം അല്ലെങ്കിൽ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നാണ്. നമ്മൾ എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്, ആളുകൾ ഭിന്നിച്ചു നിൽക്കുന്നതിൽ സന്തോഷിക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരു രീതിയാണ്. യഥാർത്ഥത്തിൽ ഈ മൊസാദ് ഉണ്ടല്ലോ, മൊസാദ്, അതുപോലെ തന്നെ സിയോണിസ്റ്റുകൾ, CIA, ഇവര് ഇടപെട്ടിട്ടാണ് നമ്മുടെ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, അതുപോലെ സുന്നികളെയും മുജാഹിദുകളെയും തമ്മിൽ തെറ്റിക്കുന്നത്, മുസ്ലിം ലീഗിനെയും സമസ്തയും തമ്മിൽ തെറ്റിക്കുന്നത് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. ഈ നായന്മാരെയും ഈഴവരെയും തമ്മിൽ ഐക്യപ്പെടാൻ സമ്മതിക്കാതെ ഭിന്നിച്ച് നിൽക്കാൻ, അവരെക്കാലത്തും ഇങ്ങനെ അകന്നു നിൽക്കാൻ വേണ്ടി ഇവിടെ ഇടപെടുന്നത് CIA ആണ്, മൊസാദാണ്, സിയോണിസ്റ്റുകളാണ്, ജൂതന്മാരാണ് എന്ന് ആരും പറഞ്ഞു കാണുന്നില്ല. അത് പറയണം. കാരണം ഈഴവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നായന്മാര് എന്ന് പറയുന്നത് ഈ മനുഷ്യ സഞ്ചയത്തിന്റെ ഭാഗമാണ്. അവര് തമ്മിൽ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. മനുഷ്യരുടെ എല്ലാ കൂട്ടായ്മകളും, എല്ലാ സംഘടനകളും, എല്ലാ സ്വത്വ വിഭാഗങ്ങളും പരമാവധി യോജിക്കണം, ഐക്യപ്പെടണം, യോജിപ്പിന്റെ തലങ്ങളും മേഖലകളും കണ്ടെത്തുകയും അത് വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എല്ലാ വേദങ്ങളും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും അനുശാസിക്കുന്നത്. അപ്പോൾ ഈ നായർ സഹോദരന്മാരുടെ ഇടയിലും ഈഴവ സഹോദരന്മാരുടെ ഇടയിലും ഒരു ഹിതപരിശോധന നടത്തണം. എന്നിട്ട് അവർക്ക് ഐക്യപ്പെടണം, യോജിച്ച് ഒന്നാകണം എന്നുള്ളതാണ്. അതിനാണ് അവരുടെ ഹൃദയങ്ങൾ തുടികൊട്ടുന്നത് എങ്കിൽ, അവരുടെ ആഗ്രഹവും അഭിലാഷവും അഭിവാഞ്ചയും അതിനു വേണ്ടിയാണ് എങ്കിൽ മധ്യസ്ഥന്റെ റോളിൽ മുസ്ലിങ്ങൾ രംഗത്ത് വരണം. എന്നിട്ട് പ്രബലമായ ഈ രണ്ട് സമുദായങ്ങളെ അവർ ഐക്യപ്പെടാറുള്ള എല്ലാ പരിശ്രമങ്ങളും മുസ്ലിങ്ങൾ നടത്തണം. കാരണം അത് ഖുർആന്റെ ആഹ്വാനമാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ഐക്യപ്പെടാൻ ദാഹിക്കുന്ന രണ്ട് സമുദായങ്ങൾ, അവര് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥം വഹിക്കേണ്ടത് ഈ മധ്യമ സമുദായത്തിന്റെ കർത്തവ്യമല്ലേ? അപ്പൊ അതിന് മുസ്ലിങ്ങൾ അമാന്തിക്കരുത് എന്നാണ് പറയാനുള്ളത്. അതുപോലെ നായന്മാരും ഈഴവരും തമ്മിൽ ഐക്യപ്പെടുന്നത് ഇവിടെ സവർണ ഫാസിസം കൊണ്ടുവരാനാണ്, ബ്രാഹ്മണ്യം കൊണ്ടുവരാനാണ്, ഇവിടെ ചാതുർവർണ്ണ വ്യവസ്ഥ കൊണ്ടുവരാനാണ്, മനുവിന്റെ സിദ്ധാന്തം നടപ്പിലാക്കാനാണ് എന്നൊക്കെ പല ആളുകളും പറയുന്നു. അതിന്റെ പുറകൊന്നും നിങ്ങൾ പോകരുത്. നമ്മളെപ്പോഴും ഐക്യത്തോടൊപ്പം നിൽക്കുക. അഹദ്, വാഹിദ്, തൗഹീദ്, ഒന്ന്, ഒരുവൻ, ഒന്നാക്കൽ, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. അപ്പോ അതിന് മുസ്ലിങ്ങൾ മധ്യസ്ഥം വഹിക്കണം. അങ്ങനെ ഈഴവരും നായന്മാരും തമ്മിൽ ഐക്യപ്പെട്ടാല്, എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ പോകരുത്, പോകാൻ പറ്റേ. നിങ്ങളുടെ ഐക്യം നടന്നല്ലോ, സർവസ്വതിയും അല്ലാഹുവിൻ, അൽഹംദുലില്ലാ. ഇനി നമ്മുടെ ക്രൈസ്തവരെ ഒന്ന് ഐക്യപ്പെടുത്തണം. അതില് വെള്ളാപ്പള്ളി ചേട്ടൻ പറഞ്ഞു നായര് മുതൽ നസറാണി വരെ എന്ന് പറഞ്ഞു. പക്ഷെ നസറാണികൾ തമ്മിലൊന്ന് ഐക്യപ്പെടണമല്ലോ. അതിൽ നസറാണികളിലെ, ക്രിസ്ത്യാനികളിലെ കത്തോലിക്ക സഭയും പെന്തക്കോസ്ത് സഭയും ലയിച്ചൊന്നാവണം.
അതുപോലെ മാർത്തോമാ സഭ, അതുപോലെ നമ്മുടെ ആ പുത്തൻകുരിശ് കോലഞ്ചേരി ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. യാക്കോബായ പാത്രിയാർക്കീസ്, ഭാവ കക്ഷി, മെത്രാൻ കക്ഷി എന്നൊക്കെ പറഞ്ഞു. അവരെ നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഒന്നാക്കണം. ലയിച്ചൊന്നായി തീർന്ന നായന്മാരും ഈഴവരും പിന്നെ ഈ മുസ്ലിങ്ങളും ഒക്കെ കൂടി മധ്യസ്ഥം വഹിച്ചിട്ട് ഇവരെ ഈ ക്രിസ്ത്യാനികളെ എല്ലാവരെയും കൂടി ഏകോപിപ്പിക്കണം. മനുഷ്യരങ്ങനെ വേറിട്ട, ഭിന്നിച്ച, പിളർന്ന, ശിഥിലമായ തുരുത്തുകളായിട്ട് നിൽക്കരുത്. മാനവത അത് ഒന്നാവണം. ആ ഒന്നാവാറുള്ള ശ്രമങ്ങൾ ഏത് കോണിൽ നിന്ന് ഒരു ഐക്യത്തിന്റെ കിരണലേശം കണ്ടാലും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പെന്തക്കോസ്തുകാരും മാർത്തോമാക്കാരും കത്തോലിക്കരും യാക്കോബായക്കാരും ബാവ കക്ഷിയും മെത്രാൻ കക്ഷിയും എല്ലാവരും കൂടി ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളങ്ങ് പോലേട്ടോ, ചേട്ടന്മാരെ അവിടെ നിൽക്ക്, ഇനി നിങ്ങൾക്ക് അവിടെ പണിയുണ്ട്. എന്താ അറിയോ, ഞങ്ങൾ ഈ മുജാഹിദ് 12 ഗ്രൂപ്പുണ്ട്, സുന്നികൾ ഇവിടെ 24 ഗ്രൂപ്പുണ്ട്, അസംഖ്യം ത്വരീക്കത്തുകളുണ്ട്, പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിലും അത്യാവശ്യം ചെറിയ ചെറിയ വസുവാസുകളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ചേട്ടന്മാരെല്ലാവരും കൂടി മധ്യസ്ഥം പറഞ്ഞ് ഞങ്ങളെ തബ്ലീഗ് 2 വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ലീഗിന്റെ ഉള്ളിലും ചില അസംതൃപ്തരായിട്ടുള്ള ആൾക്കാര്, ഇപ്പൊ മുക്കം വൈസി, അങ്ങനെ വേറെ ചില ആൾക്കാർ മുക്കുന്നു, അവര് മുരങ്ങുന്നു എന്നൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ. ഞങ്ങളെ എല്ലാവരും കൂടി, നിങ്ങളെല്ലാവരും കൂടി, ചേട്ടന്മാരെല്ലാവരും കൂടി, ചേച്ചിമാരെല്ലാവരും കൂടി വന്ന് മധ്യസ്ഥം പറഞ്ഞ് ഞങ്ങളെ ഒന്ന് ഒന്നാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ഐക്യം കൊണ്ടൊന്നും ആരും പേടിക്കരുത്. ഏതെങ്കിലും, ഞാൻ ആദ്യമേ തന്നെ ഈ ഓരോ സമുദായവും ഐക്യപ്പെടുന്നത് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ലോകത്തിന് നല്ലതാണ്, പ്രപഞ്ചത്തിന് നല്ലതാണ് എന്ന സിദ്ധാന്തക്കാരനാണ്. അങ്ങനെയാണ് മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ഞാൻ 2 പുസ്തകം എഴുതി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഹമീദ് ചേന്തമംഗല്ലൂർ സാറിന്റെ ഒരു പുസ്തകം കണ്ടു. അപ്പൊ ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മുസ്ലിം ഐക്യം എന്ന് പറയുന്ന മുദ്രാവാക്യം അത് ദേശീയതയ്ക്കെതിരാണ്. അങ്ങനെ ഐക്യപ്പെടുവാണെങ്കിൽ മനുഷ്യരല്ലേ ഐക്യപ്പെടേണ്ടത്, മുസ്ലിങ്ങൾ മാത്രം ഐക്യപ്പെടണമെന്ന് മുസ്ലിങ്ങൾ പറയണില്ലല്ലോ. വേറെ ഒരു സമുദായക്കാരും ഐക്യപ്പെടാൻ പാടില്ല എന്ന് ഈഴവരോ നായന്മാരോ പറയാനുണ്ടോ? പിന്നെ ഇങ്ങനെ പടിപടിയായിട്ട് പടിപടിയായി കേറുന്നു പല വഴി മുന്നേറുന്നു എന്ന് പറഞ്ഞ പോലെ പടിപടിയായിട്ടല്ല ഐക്യപ്പെടാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു തലക്കേന്ന് തുടങ്ങണമല്ലോ. അത് പെരുന്നേന്ന് തുടങ്ങാം, കണിച്ചുകുളങ്ങരേന്ന് തുടങ്ങാം, അത് വേണമെങ്കിൽ റോമിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ചേളാരിന്ന് തുടങ്ങാം, കാരന്തൂരിന്ന് തുടങ്ങിയ എവിടെ നിന്ന് തുടങ്ങിയാലും വേണ്ടില്ല, പൊലിയാനായിട്ടൊന്നും ഒന്നായി കണ്ടാൽ മതി. അപ്പൊ അതുകൊണ്ടേ ആരും ഉഷ്ണിക്കണ്ട, ആരും വിഷമിക്കണ്ട, എല്ലാവരും ഒന്നാകട്ടെ. എല്ലാ ഐക്യ ശ്രമങ്ങൾക്കും നമോവാകും.